സുന്ദരി പെണ്ണുങ്ങളെ കണ്ടാൽ കാമവികാരം അടക്കാനാവാത്തൊരു യുവാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ചുകൊണ്ട് വ്യഭിചരിക്കുവാനുള്ള അനുവാദം ചോദിച്ചു. രോഷാകുലരായ സ്വഹാബാക്കൾ അദ്ദേഹത്തിൻ്റെ നേരെ തിരിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ അടുപ്പിച്ചിരുത്തി പുഞ്ചിരിയോടുകൂടെ ചോദിച്ചു, മോനെ, നിന്റെ ഉമ്മയെ ആരെങ്കിലും വ്യഭിചരിക്കുകയാണെങ്കിൽ നിനക്കത് ഇഷ്ടപ്പെടുമോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. നിന്റെ മകളെയാണ് വ്യഭിചരിക്കുന്നതെങ്കിലോ? ഇല്ല നബിയെ, ഒരിക്കലും ഇഷ്ടപ്പെടില്ല. നിന്റെ സഹോദരിയെയാണെങ്കിലോ? ഇല്ല, എനിക്കിഷ്ടപ്പെടില്ല. നിന്റെ മാതൃ സഹോദരിമാർ, ഇളയമ്മ, മൂത്തമ്മ, ഇവരെയാണ് വ്യഭിചരിക്കുന്നതെങ്കിലോ? ഇല്ല നബിയെ, അല്ലാഹുവാണ് സത്യം, എനിക്കൊരിക്കലും അത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു, അവർക്കാർക്കും അതുപോലെ തന്നെ, നീ ഇഷ്ടപ്പെടാത്തതുപോലെ തന്നെ അവർക്കാർക്കും അത് ഇഷ്ടമുണ്ടാവുകയില്ല. അതുകൊണ്ട് വ്യഭിചാരം അനുവദിക്കാൻ സാധ്യമല്ല. വ്യഭിചാരം തെറ്റാണ്, കുറ്റമാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ നൽകുന്ന സന്ദേശം, നാം മറ്റൊരു പെണ്ണുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ നാം ഒന്ന് ചിന്തിക്കണം. ആ പെണ്ണ് മറ്റാരുടെയോ ഉമ്മയായിരിക്കില്ലേ? മറ്റാരുടെയോ സഹോദരിയായിരിക്കില്ലേ? മറ്റാരുടെയോ മകളായിരിക്കില്ലേ? മറ്റാരുടെയോ ഇളയമയോ മൂത്തമ്മയോ ആയിരിക്കില്ലേ? അപ്പോൾ അവർക്കൊക്കെ എത്ര മനോവേദനയുണ്ടാകും. നാം ഈ അനുഭവിക്കുന്ന ഒരു മനോവേദന അവർക്കുമുണ്ടാവുകയില്ലേ? അപ്പോൾ അവരുടെ സ്ഥാനത്ത് നിന്ന് ഹൃദയവേദന അനുഭവിക്കുക എന്ന ഒരു ചികിത്സയിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ യുവാവിനെ കൊണ്ടുപോയത്. മനഃശാസ്ത്രത്തിൽ അതിന് എമ്പതി എന്നാണ് പറയുക. മറ്റുള്ളവരുടെ വേദന, മറ്റുള്ളവരുടെ പീഡനാനുഭവം, മറ്റുള്ളവരുടെ വിഷമങ്ങൾ, അവരുടെ ജനങ്ങൾ അവരെ ആക്രമിക്കുന്നത്, അവർ അപകടത്തിൽപ്പെടുന്നത്, അവർക്കെന്തെങ്കിലും സംഭവിക്കുന്നത്, മാനഹാനി ഉണ്ടാകുന്നത്, പീഡിപ്പിക്കപ്പെടുന്നത്, എല്ലാം ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലോ, എൻ്റെ ഉമ്മയായിരുന്നെങ്കിലോ, എൻ്റെ സഹോദരി ആയിരുന്നെങ്കിലോ, എൻ്റെ മകളായിരുന്നെങ്കിലോ, എൻ്റെ ഇളയമ്മയോ മൂത്തമ്മയോ ആയിരുന്നെങ്കിലോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഹൃദയവേദന അനുഭവിക്കുക എന്നതാണ് എമ്പതി എന്ന് പറഞ്ഞാൽ. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് ആരോടും അക്രമം ചെയ്യാനും, ആരെയും വിഷമിപ്പിക്കാനും, ആരെയും അവഹേളിക്കാനും, മാനഭംഗം ചെയ്യാനും, പീഡിപ്പിക്കാനും, ആരുടെ സ്വത്തും മോഷണം ചെയ്യാനും, ആരുടെയും വഴി തടയാനും, വെള്ളം മുടക്കാനും, അന്നം മുടക്കാനും ഒന്നും തോന്നുകയില്ല. എന്തേ ചിന്തിക്കേണ്ടതുള്ളൂ? അവൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലോ, അവൻ്റെ സ്ഥാനത്ത് എൻ്റെ ഉമ്മ, എൻ്റെ പെങ്ങൾ, എൻ്റെ മകൾ, എൻ്റെ മറ്റു ബന്ധുമിത്രാദികൾ അവരൊക്കെ ആണെങ്കിലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ കുറ്റകൃത്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്ന ഒരു ചികിത്സയാണ് എമ്പതി എന്ന് പറയുന്നത്. അത് നാം കൈക്കൊള്ളൽ അത്യാവശ്യമാണ്. എങ്കിൽ നമുക്ക് സ്വയം നന്നാവാനാവും. ഒടുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹോദരൻ്റെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ ത്വഹിർ ഖൽബഹു, അല്ലാഹുമ്മ ഹസ്വിൻ ഫർജഹു. അല്ലാഹുവേ, ഈ സഹോദരൻ ഇതുവരെ ഒരുപാട് സുന്ദരികളായ സ്ത്രീകളോട് ബന്ധപ്പെട്ടു, തെറ്റുകളൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, മലിനമായ ചിന്തകൾ വരുന്നതിൽ നിന്ന് നീ ഇദ്ദേഹത്തെ സംരക്ഷിക്കണേ അല്ലാ, ശുദ്ധീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ സഹോദരൻ്റെ ഗുഹ്യസ്ഥാനത്തെ നീ ഹറാമായ, നിഷിദ്ധമായ പ്രവർത്തനങ്ങളിൽ നിന്ന് സംരക്ഷിക്കണേ അല്ലാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹോദരന് വേണ്ടി ദുആ ചെയ്തു. ചരിത്രത്തിൻ്റെ ബാക്കി പത്രം ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി തആല അലൈഹിയും മറ്റു ഹദീസ് പണ്ഡിതന്മാർ അവരുടെയൊക്കെ ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തുന്നു. മരണം വരെ പിന്നീടൊരിക്കലും ആ സഹോദരന് വ്യഭിചരിക്കാനുള്ള ത്വര വന്നില്ല, അദ്ദേഹം വ്യഭിചരിച്ചതുമില്ല എന്ന്. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും നന്നാക്കി തരട്ടെ.